അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെ 7ാമത്തെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam, even Solomon Sulaiman, and as far as I'm concerned, as a deep religion. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇമ്മാതിരി മതയോളികളെ, ഇമ്മാതിരി മതം തലക്കി കയറുകയും എന്താ പറയുക, ചില നാട്ടിലത്തെ ആൾക്കാരൊക്കെ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും പറഞ്ഞു പോകണ ഈ സമയത്ത് ഇത്തരത്തിലുള്ള മദ്രസ പൊട്ടന്മാരെ തീർച്ചയായിട്ടും ആ സമരഭാഗത്ത് നിന്ന് തല്ലുപിടിക്കണം. അതാണ് CJP എന്ന് പറയുന്ന ആ ഒരു സംഘടന ആദ്യം ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും വങ്കന്മാരുണ്ടെങ്കിൽ ഇവന്മാർ ആ പ്രദേശത്ത് ഓടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സമരം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ എന്താണോ BJP ആഗ്രഹിക്കുന്നത്, അവരാഗ്രഹിക്കുന്ന പോലെ ഇവിടുത്തെ RSSനും ഇവിടുത്തെ BJPക്കും വീണ്ടും വീണ്ടും വളമിട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഈ ഒരു നാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവർ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ ഇസ്ലാമായി ബന്ധപ്പെട്ടതാണ് പറയുന്ന വാക്കുകളൊക്കെ നോക്കി നോക്കി. ആയിക്കോട്ടെ, വയനാടാണ്. നാണം കെടുത്തി മലയാളികളെ. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണും. എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും മലയാള മനോരമ അങ്ങോട്ട് തെരഞ്ഞു പിടിച്ചു പോയതല്ല, അവൻ ഇങ്ങോട്ട് തെരഞ്ഞു പിടിച്ചു വന്നതായിരിക്കും. തീർച്ചയായിട്ടും തന്റെ ഇമ്മാരി കൊണവാതിരികാരെ വർത്തമാനമൊക്കെ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ വഴി അറിയണമെന്ന് ഇവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രം ഇവര് തെരഞ്ഞു പിടിച്ച് അഭിപ്രായം പറയാൻ വേണ്ടി വന്നതായിരിക്കാനാണ് സാധ്യത. കാരണം തന്നെ മലയാള മനോരമയുടെ എംബ്ലം കണ്ട എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെ 7ാമത്തെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ലോകാവസാനത്തിന്റെ അടയാളം 6ാമത്തെ 7ാമത്തെ ദാബത്തുൽ അർള്. ഈ സംഗതിയിലൊക്കെ മാപ്പിളാർക്ക് തന്നെ നേരം പോലെ വലിയ പിടുത്തുന്നുണ്ടോ എന്നല്ലേ പിടുത്തില്ല. സത്യം പറയുന്നത് ഇതിന് നമ്മുടെ എന്താണ് ദാബത്തുൽ അർള് എന്നൊക്കെ ചോദിച്ചാൽ പാടാച്ചൻ എന്ത് തേങ്ങയാണെന്ന് പറയും, അറിയണ്ടാവൂല. നോക്കൂ, ഇത്തരത്തിലുള്ള ആളുകള് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇസ്ലാമിന് തന്നെ അപകടമാണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അപകടമാണെന്ന്. എങ്ങനെയാണ് അപകടം നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ മുസ്ലിം എന്ന് പറയുന്നത് വലിയ പ്രശ്നഭരിതമായിട്ടുള്ള ഒരു സമൂഹമാണെന്നും അവർ ഭയങ്കര ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തീവ്രവാദികളാണ് അവര് എന്ന രീതിയിലുള്ള പ്രചാരണം ഇവിടെ നടത്തുന്നത് ആരാ? ഇവിടുത്തെ BJP, RSS നമുക്ക് എല്ലാവർക്കും അറിയാം. അതിഗംഭീരമായിട്ടുള്ള പ്രചാരണം അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ആൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു CJP എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനയാണ്, അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് എന്ന് ഇവിടുത്തെ BJPക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇനിയിപ്പോ ഇതിനെതിരെ പ്രതികരിക്കുന്നവർ മുഴുവൻ അവർക്ക് മുഴുവൻ ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാനൊക്കെ ഫണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കടക്കം കിട്ടിയെന്നടക്കം ഇവന്മാർ പറഞ്ഞു കളയും. ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ മുഴുവൻ ജനറലൈസ് ചെയ്തിരിക്കുന്നത് അവർ പ്രശ്നക്കാരെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇമ്മാതിരി കുറെ വാണങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? അവിടെ മുഴുവുള്ളത് ഇസ്ലാമിക തീവ്രവാദികളാണ്, അവരാണ് ഇപ്പോൾ ആ ഒരു സമരം മുന്നോട്ട് നയിക്കുന്നത്. മുൻപും അവർ തന്നെയായിരുന്നു. അത് ഇന്ത്യ എന്ന് പറയുന്ന അവർ പറയും ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് എന്ന വർത്തമാനത്തിലേക്ക് എത്തിക്കും ഇവനെപ്പോൾ ആളുകൾ സംസാരിച്ചാൽ. And that's deeply connected to Islam, even Solomon Sulaiman. And as far as നോക്കിയ സോളമൻ സുലൈമാന് ഈ ഇൻസെക്ട്സ് അത് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ഖുർആൻ ആൻഡ് ഇസ്ലാം. What the hell? I don't know what the hell he's concerned. As a deep religious Muslim, I see it as a sign of end times. That's what I feel like. എങ്ങനെയുണ്ട് ഇത്? എൻഡ് ഓഫ് ദ ടൈം എന്നാണ് അവന് ഫീൽ ചെയ്യുന്നത്. അത്രേ നമ്മുടെ ഈ ലോകാവസാനത്തിന് സമയമായിരിക്കുന്നു എന്നാണ് അവന് ഇത് ഫീൽ ചെയ്തിരിക്കുന്നത്. സത്യം പറയാലോ, ഇത്തരം ആളുകളൊക്കെ വലിയ അപകടമാണ്. CJPക്ക് മാത്രമല്ല നമ്മുടെ നാടിന് മലയാളികൾക്കൊക്കെ അപകടമാണ്. ഇത്തരം സാധനങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്തായാലും സുഹൃത്തുക്കളെ, ബൈ.